എല്ലാവർക്കും യൂണിറ്റൈ ലേണിങ്ങിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും ആ ഇക്വേഷൻസ് തന്നെ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ഐഡിയയാണ്. അപ്പോൾ നമ്മുടെ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇക്വേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം പ്രധാനപ്പെട്ട നമ്മളെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അതിൽ തന്നിരിക്കുന്ന വാരിയബിൾസ് അഥവാ ഉദാഹരണത്തിന് ടി, എൻ, അതേപോലെ എഫ്, വി ഇതുപോലെയുള്ള ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നതുപോലെ തന്നെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകൾ എന്താണെന്നുള്ളത്. കാരണം നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് നമ്മൾ എന്താക്കേണ്ടി വരും, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ രേഖപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് ടൈം പീരീഡ് കണ്ടെത്താൻ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക അത് ടൈം പീരീഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി, അപ്പോൾ നമുക്കറിയാം പേര് തന്നെ ഉണ്ട് ടൈം പീരീഡ്. അപ്പോൾ സമയം എന്നുള്ളതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിടണം? എസ് ഇടണം. ഇനി നമ്മുടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്? ടി ബൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷൻ എന്നുള്ളതാണ് ഉണ്ടാവുക. ടോട്ടൽ ടൈം മൊത്തം അവിടെ ഉണ്ടായിട്ടുള്ള അത് അവിടെ വൈബ്രേഷൻ എടുത്തിട്ടുള്ള സമയം ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ കമ്പനങ്ങളുടെ എണ്ണമാണ് അവിടെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനും ഫ്രീക്വൻസിയുടെ ഇക്വേഷനും എല്ലാവർക്കും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്ന് പറയുന്നത് ടി ആണ്. എന്നതുപോലെ തന്നെ നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ വരുന്ന ലെറ്റർ എന്ത് തന്നെയാണ്? ടി ആണ്. അപ്പോൾ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സമയം തന്നെയായിരിക്കും മുകളിൽ ഉണ്ടാവുക. ഡിനോമിനേറ്ററിലായിരിക്കും നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ കമ്പനങ്ങളുടെ എണ്ണം നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു ക്വാണ്ടിറ്റി നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. ഫ്രീക്വൻസി നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് പഠിച്ചു പോകുന്നത്. എന്നാൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ഫ്രീക്വൻസിക്ക് രണ്ടാമതൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഫ്രീക്വൻസി ഈക്വൽ ടു വി ബൈ ലാംഡ. അപ്പോൾ എക്സാമിന് ഫസ്റ്റത്തെ പോർഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അധിക കുട്ടികളും ആ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ അവസാനം പഠിച്ചിട്ടുള്ള കുറച്ചെങ്കിലും ഒരു ഓർമ്മയുള്ള ഈ ഇക്വേഷൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിലെ നമുക്ക് നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ കമ്പനങ്ങളുടെ എണ്ണവും അതേപോലെ സമയവും മാത്രമാണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഫ്രീക്വൻസി ഈക്വൽ ടു എൻ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ് അവിടെ യൂസ് ചെയ്യുക. ഇനി നേരെ തിരിച്ച് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുകയാണ് സ്പീഡ് ഓഫ് വേവ് അഥവാ നമ്മുടെ വേവിൻ്റെ തരംഗ വേഗത ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് പോലെ വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ലാംഡയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ ആ സമയത്താണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? എഫ് ഈക്വൽ ടു വി ബൈ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാരിയബിൾസിന് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഐഡിയ കിട്ടും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. എൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/f. നമ്മൾ പെൻഡുലം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ച സമയത്ത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. ലെങ്ത് ഓഫ് ദി പെൻഡുലം കൂടുമ്പോൾ അഥവാ പെൻഡുലത്തിൻ്റെ നീളം കൂടുന്ന സമയത്ത് നമ്മുടെ ഫ്രീക്വൻസി ആവൃത്തിയുടെ വാല്യൂ കുറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടതാണ്, എക്സ്പെരിമെൻറ്റിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/f എന്ന് പറയുന്ന ഇക്വേഷൻ ഒരുപാട് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർമ്മയിൽ ഉണ്ടാവണം, ഫ്രീക്വൻസി ഇവിടെ കുറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇവിടെ ലെങ്ത് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. എന്നതുപോലെ ലെങ്ത് കുറയുന്ന സമയത്തായിരിക്കും എന്ത് കൂടുക? ഫ്രീക്വൻസി കൂടുക. അപ്പോൾ നമുക്ക് എക്സാമിന് ABC എന്ന് പറഞ്ഞിട്ട് 3 വയറൊക്കെ തരും. ആ 3 വയറിൽ ആർക്കാണ് ഫ്രീക്വൻസി ആവൃത്തി കൂടുതൽ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആകെ നോക്കേണ്ടത് ലെങ്ത് ഓഫ് വയർ, ആ വയറിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പിയുടെ നീളം നോക്കുക. നീളം കുറവുള്ളതിനായിരിക്കും ആവൃത്തി അഥവാ ഫ്രീക്വൻസി കൂടുതൽ. അപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത് കുറവുള്ളത് നോക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഇക്വേഷനാണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയം. അപ്പോൾ ഇത് നമ്മൾ പണ്ട് പഠിച്ചൊരു ഇക്വേഷനാണ്. അത് ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. പക്ഷേ ആ സമയത്തും നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കും? ഡി ഈക്വൽ ടു ഈ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതിൽ നിന്ന് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി അല്ലേ?
അപ്പോൾ ഈ സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളതിന് പകരം വീണ്ടും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടെത്താൻ ചില കേസുകളിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷനാണ് ഏത് സമയത്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇത് ഒരു നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് സ്പീഡും ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ്, ഒരു ഉറവിടവും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സർഫസും തന്ന് അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് എങ്കിൽ അവിടെയാണ് നമ്മൾ ഈ കാണുന്ന D = VT/2 എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പിക്ചർ വരച്ച് കാണിച്ചു തരാം. ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണിത്. അപ്പോൾ ഇവിടെ വേറൊരു സർഫസ് ഉണ്ട്. അപ്പോൾ ഈ സർഫസും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ D = VT/2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എക്കോ ഡിസ്റ്റൻസ് മെത്തേഡ് എന്നാണ് ഇതിന് നമ്മൾ പറയാറുള്ളത്. ഇനി അടുത്ത നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് പഠിച്ചു. നമ്മൾ 5 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു വേവിനെ കുറിച്ച്. ആ 5 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് സ്പീഡ് ഓഫ് വേവ് അഥവാ തരംഗത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്രീക്വൻസി, ആവൃത്തി ഗുണിക്കണം നമ്മുടെ ലാംഡ അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഫ്രീക്വൻസി ഇൻറ്റു ലാംഡയാണ് നമ്മുടെ സ്പീഡ് ഓഫ് വേവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നമുക്ക് ഫ്രീക്വൻസി ആവൃത്തിയും തരും എന്നതുപോലെ തന്നെ നമുക്ക് ലാംഡയും തന്നിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മൾ സ്പീഡ് ഓഫ് വേവ് കണ്ടുപിടിക്കാൻ ഈ കാണുന്ന ഇക്വേഷനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസിക്ക് ഉണ്ടാക്കിയ ഇക്വേഷനാണ് ഇവിടെ കാണുന്നത്, അഥവാ ആവൃത്തിക്ക് ഉണ്ടാക്കിയ ഇക്വേഷനാണ് ഇവിടെ കാണുന്നത്. ലാംഡ വേവ് ലെങ്ത് അതിനുണ്ടാക്കിയ ഇക്വേഷനാണ് ഇവിടെ താഴെ കാണുന്നത് എന്നുള്ളത് ഓർത്തുക. അപ്പോൾ ഈ ഇക്വേഷൻസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇട്ടല്ലോ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ വാരിയബിൾസ് തന്നിരിക്കുന്നത് ആ വാരിയബിൾസുമായി ബന്ധപ്പെട്ട് ഏതാണോ നമ്മുടെ ഇക്വേഷൻ ഉള്ളത് അതായിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് ഒരു റിലേഷൻ നോക്കൂ. ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ. ഈ ഒരു റിലേഷനും അതേപോലെ ഇവിടെ കൊടുത്തുള്ള ഈ റിലേഷൻ, ഈ 2 റിലേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കാരണം റിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പോലും ഈ റിലേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ഫ്രീക്വൻസി കൂടിയ സമയത്ത് ലാംഡ എന്തായിരിക്കും എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് വേവ് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി വേവ് ലെങ്ത് കൂടുന്ന സമയത്ത് നേരെ തിരിച്ചും ചോദിക്കാൻ പറ്റും. വേവ് ലെങ്ത് കൂടിയ സമയത്ത് ഒരു വേവിൻ്റെ വേവ് ലെങ്ത് കൂടിയ സമയത്ത് ഫ്രീക്വൻസി എന്തായിരിക്കും? അപ്പം എന്തായിരിക്കും? വേവ് ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അതേപോലെ ഇതിലുള്ള ഓരോ ക്വാണ്ടിറ്റിയുടെയും SI യൂണിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് മാത്രം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാം. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇക്വേഷൻസും അത് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്തതിൽ വരും. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്യുക. എക്സാമിന് പോകുന്നതിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പഠിക്കുന്ന ആളാണ് എങ്കിൽ അത് ഇക്വേഷൻസ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ടോപ്പിക് എപ്പോഴും എന്തായിരിക്കണം? ഇക്വേഷൻസ് ആയിരിക്കണം. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.